ഒരു വിഭാഗം ആളുകൾ അവരുടെ നഗ്നതകളൊക്കെ മറച്ചിരിക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളെ കൊണ്ടാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങള്, നഗ്നത മുഴുവനും മറക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്നിട്ട് നാൽക്കാലികളെ പോലെ അവർ മേഞ്ഞു നടക്കുന്നു. ഈ ഔറത്ത് മറക്കാതെ നഗ്നത വെളിവാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ആരാണ്? ഇവർ സക്കാത്ത് വീട്ടാത്തവരാണ് നബിയെ. നല്ല ഡീസന്റിലാണ് അവർ ദുന്യാവിൽ നടന്നത്. കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ട് അല്ലാഹു തആല അവരെ അഭിമാനം മുഴുവനും തേച്ചു കളഞ്ഞ് അപമാനമുള്ളവരാക്കി അവരെ ഇങ്ങനെ വഷളാക്കി നടത്തിയിരിക്കുന്നത് വലിയൊരു ശിക്ഷയാണ്. മാലോകർക്ക് മുന്നിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വലിയൊരു ശിക്ഷ. മറ്റൊരു വിഭാഗത്തെ കണ്ടു. ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ, അദ്ദേഹം അതാ ഒരു വലിയ വറക് കെട്ട് അദ്ദേഹം ചുമക്കുന്നു. അത് തലയിലേക്ക് പൊക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ടും അതിങ്ങനെ എടുത്ത് തന്നിലേക്ക് തന്നെ കൂട്ടാൻ വേണ്ടി, ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാരാണെന്ന് ചോദിക്കുമ്പോ പറയുന്നു, ഹാദല്ലദീ ഇൻദഹുൽ അമാന ലാ യുഅദ്ദീഹാ വഹുവ യത്ലുബു ഉഖ്റാ. ഇദ്ദേഹം ഒരു അമാനത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട് വീട്ടേണ്ടത്. അത് വീട്ടാതെ വേറൊന്നും കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെടുത്ത് വാങ്ങിയ കടം തന്നെ കൊടുക്കാണ്ട്, അത് കൊടുക്കാതെ ഇനി വേറൊരു കടം കൂടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ളതുണ്ട്, അത് വീട്ടാതെ അപ്പുറം വേറെ കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതും, അമാനത്ത് പലതും. സ്വന്തം കുടുംബത്തിന്റെ സ്വത്ത് കൈക്കലാക്കിയിട്ടുണ്ട്, അത് കൊടുത്തിട്ടില്ല. ഇനി അപ്പുറത്ത് വേറൊരാൾ കിട്ടുമോ നോക്കാണ് പതുക്കെ പതുക്കെ. അങ്ങനെ ഏതെല്ലാം തരത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച വിഷയങ്ങളുണ്ടോ അത് ശരിക്ക് നിർവഹിക്കാതെ അതിന്റെ പുറമെ ആർത്തി കൊണ്ട് മറ്റൊന്നും കിട്ടണമെന്ന് അന്വേഷിക്കുന്ന മനുഷ്യനാണ്. വിറക് കെട്ട് ഇങ്ങനെ പൊക്കാൻ കഴിയുന്നില്ല, എന്നാ പൊക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്രയും വലിയ കെട്ടാണ്. അപ്പൊ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം അവരിൽ ഉണ്ടായിട്ട് നിർവഹിക്കാതെ പോകുന്ന ആൾ, അത് വലിയൊരു വിഷയം തന്നെയാണ്. മറ്റൊന്ന്, ഒരു വിഭാഗം ആളുകൾ അവര് നല്ല വേവിച്ച ഇറച്ചിയും ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞ ഇറച്ചിയും അവരെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചിട്ട്, പക്ഷെ നല്ല ഇറച്ചിയൊന്നും ഭക്ഷിക്കാതെ ദുർഗന്ധം വമിക്കുന്ന പഴകിയ വാസനിച്ചാൽ തന്നെ ആരും അടുത്തേക്ക് പോകൂല, അതാണ് ഭക്ഷിക്കുന്നത്. നല്ല ഇറച്ചിപ്പുറത്തുണ്ട്, നല്ലവണ്ണം വെന്ത് വേവിച്ച് റെഡിയായത്, അത് വേണ്ട. പിന്നെ ഏതാ ഭക്ഷിക്കുന്നത്? ദുർഗന്ധം വമിക്കുന്നത്, ചീഞ്ഞു നാറുന്നത്, ശരിക്ക് വേവാത്ത പച്ചിറച്ചി. അപ്പൊ ധാരാള് ഹലാലായ ത്വയ്യിബായ നല്ല ശരീരം ഉണ്ടായിട്ടും ഹറാമായതിലേക്ക് പോയിട്ട് താല്പര്യം നിർവഹിക്കുന്ന പുരുഷനും സ്ത്രീയും. നല്ല ഹലാലായ ഭർത്താവുണ്ട്, ആ ഭർത്താവിന്റെ വികാര ശമനത്തിന് ഒതുങ്ങി ജീവിക്കാതെ വേറെ ഒരുത്തനെ തേടി പോയിട്ട് ഹറാം ഉപയോഗിക്കുന്ന പെണ്ണും, നല്ല ഹലാലായ നിലക്ക് സുഖിക്കാൻ പറ്റുന്ന ഭാര്യയുണ്ടായിട്ട് അതിൽ തൃപ്തിയടയാതെ വേറെ ഒരു പെണ്ണിലേക്ക് ആകർഷിച്ചു പോയിട്ട് സിന നടത്തുന്ന പുരുഷനും, രണ്ട് കൂട്ടരും ആ കൂട്ടത്തിലുണ്ട്. പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. നല്ല ശുദ്ധമായ ഇറച്ചിയുണ്ടായിട്ട് അത് ഭക്ഷിക്കാതെ ചീഞ്ഞു നാറുന്ന വേവിക്കാത്ത പച്ചിറച്ചി ഭക്ഷിക്കുന്നു. ഇവിടെ തന്നെ സഹോദരങ്ങളെ, വേവാത്ത ഒരു കഷ്ണം ഇറച്ചിയാണെങ്കിൽ ഒന്ന് ഞെക്കി നോക്കും, പിന്നൊന്ന് കടിച്ചു നോക്കും. പല്ലിന് പിടിക്കുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിക്കും. പല്ലില്ലാത്തവരാണെങ്കിലോ അങ്ങനെ ഒന്ന് തൊടാൻ തന്നെ പോകൂല. എന്നാൽ അവിടെ പോയി അവര് ഭക്ഷിക്കുന്നത് പച്ച ഇറച്ചിയാണ്. കണ്ടാൽ തന്നെ അറുപ്പും വെറുപ്പും തോന്നും. എന്നിട്ടും അത് ഭക്ഷിക്കുക എന്നുള്ള ശിക്ഷ അല്ലാഹു കൊടുത്തത് ഹലാലായ ത്വയ്യിബായ സംശുദ്ധയായ ഇണകളെ കൊടുത്തിട്ട് അതേ അതിനോട് അതിക്രമം ചെയ്ത് മറ്റൊന്നിലേക്ക് തേടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. വേറൊരു വിഭാഗം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടു, അവരുടെ ചുണ്ടുകളും നാവുകളും ഒക്കെ അരിഞ്ഞെടുക്കുകയാണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ കുല്ലമാ ഖുറിലത്ത് ആദത്ത്, മുറിച്ചു പോകുമ്പോ വീണ്ടും ചുണ്ട് വരുന്നു, പിന്നെയും മുറിക്കുന്നു. നാവ് മടങ്ങി വരുന്നു, നാവ് മുറിക്കുന്നു. ശിക്ഷ തീരുന്നില്ല, പിന്നെയും അങ്ങനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹൗലായി ഖുതബാഉൽ ഫിത്ന.
ഇതേ ഫിത്നയുടെ പ്രഭാഷകരാണ്. ഖുത്ബാഉൽ ഫിത്ന, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കാം. അതിലാരല്ലാത്തത്? നിങ്ങൾ കണ്ടില്ലേ ഒരാഴ്ച മുമ്പ് എന്തൊക്കെയാണ് അനൗൺസ്മെന്റ് ചെയ്തത്? പ്രസംഗം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് തന്നെ വേണമെന്നില്ല അതിന്. അത് വണ്ടിയിലിരുന്ന് പറഞ്ഞാലും പ്രസംഗമാവും. ഉപകരണത്തിലൂടെ അങ്ങോട്ട് ഒരു 5 മിനിറ്റ് പ്രസംഗിച്ചുവിട്ടാലും പ്രസംഗമാവും. 2 മിനിറ്റ് പ്രസംഗിച്ചാൽ പ്രസംഗമാവും. എന്തെല്ലാം ആൾക്കാർ പറയുന്നത്? അപ്പുറത്ത് ഒരാളെ നിർത്തിയിട്ടുണ്ട്, അയാളെ കുറ്റം കുറവും ഇപ്പുറത്തുള്ള ആൾ. ഇപ്പുറത്തൊരാൾ നിർത്തുന്ന ആളെ കുറ്റം കുറവും അപ്പുറത്തെ ആൾ. എത്ര എണ്ണം ആ കൂട്ടത്തിൽ! അതിനെ കയ്യടി ഏറ്റുവാങ്ങുന്ന തകർപ്പൻ പ്രസംഗങ്ങളില്ലേ? ഒന്ന് നെക്കി നോക്കൂ യൂട്യൂബ്, എത്ര ഉണ്ടതിൽ? മുസ്ലിം പേരുള്ള എത്ര ഉണ്ട്? പച്ചക്കളവ് പ്രസംഗിക്കുന്നവരില്ലേ? അതിന്റെ പുറമെ ഗീബത്തും നമീമത്തും അങ്ങനെ മാന്തി പ്രസംഗിക്കുന്നവരില്ലേ? സമൂഹത്തിൽ സംഘട്ടനമുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരില്ലേ? നല്ല നിലക്ക് പ്രവർത്തിക്കുന്നിടത്ത് ക്ഷുദ്ധതയുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരില്ലേ? ഹഉലായി ഖുതബാഉൽ ഫിത്ന, നാശത്തിന്റെ പ്രഭാഷകർ. അവർ ഉപയോഗിച്ച ഏറ്റവും വലിയ ഉപകരണം നാവും ചുണ്ടുമാണ്. ജനങ്ങൾക്ക് ഉപകാരമുള്ളതല്ല പ്രസംഗിക്കുന്നത്, അത് മുറിച്ചു മാറ്റാൻ. അപ്പൊ ആളുകള് മൊത്തം കാണുന്ന നിലക്കുള്ള ഒരു ശിക്ഷ. എന്താണ് ഈ ശിക്ഷ കൊടുക്കാനുള്ള കാരണം? അവർ ദുന്യാവിൽ ഉപയോഗിച്ചത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ആ ശിക്ഷ കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണുന്ന 10ാമത്തെ കാഴ്ച, 1-2 കൂടി എണ്ണിയിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഒരു വലിയ കാള, ആ കാള ഒരു ചെറിയ മാളത്തിലൂടെ ആ കാള പുറത്തേക്ക് വരുന്നു. അത് മടങ്ങാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ മടങ്ങാൻ അതിന് സാധിക്കുന്നില്ല. അങ്ങനെ വലിയ കാള ചെറിയ ഓട്ടയിലൂടെ പോരും. ഇപ്പൊ ഈ ജനലിന്റെ ഈ അടിയിൽ കാണുന്ന ചെറിയൊരു പൊളി, അതിലെങ്ങനെ ഒരു കിൻഡൽ പോത്ത് അപ്പുറത്തേക്ക് കിടക്കുക, ഒരു ചെറിയ ആട്ടുംകുട്ടിയൊക്കെ പോകും. ഇത് നല്ല ഒരു 1-ാം നമ്പർ കാളയാണ്. ചില അക്കീകത്തിന് കൊണ്ടുവരുന്ന സലാം പറയാൻ പറ്റിയ നല്ല കാളല്ലേ, ഉശിരം കാള. അങ്ങനത്തെ എങ്ങനെ ഈ ഓട്ടയിലൂടെ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ പോകാൻ കഴിയുന്നില്ല. അതാരാന്നറിയോ? അത് ശരിക്കും ശ്രദ്ധിക്കണം. ഹാദർ റജുൽ യതകല്ലമു ബിൽ കലിമതി ഫയൻദിമു, പറയുമ്പോ മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്ന സംസാരം സംസാരിപ്പിക്കും. അത് സ്വന്തക്കാരനാകാം, ഭാര്യയാകാം, കുടുംബാകാം, അയൽക്കാരനാകാം, ആരും ആകാം. തിരിച്ചെടുക്കാനും ഉദ്ദേശിക്കും, പക്ഷെ അയാൾക്ക് അതിന് സാധിക്കൂല. അത് പറഞ്ഞൊന്നും അധികമായിട്ടില്ല, അങ്ങനെ ഒന്നോട്ടേന്ന്. അതങ്ങനെ ഒന്നോട്ടേന്ന് പറഞ്ഞു കൊടുക്കാനും ചിലപ്പോൾ ആളുണ്ടാവും. പറയുമ്പോ അത് കരുതിയോ? ഇല്ല, ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞ കുറച്ച് കൂടുതലായി പോയിട്ട് അത്ര പറഞ്ഞില്ലേ, അങ്ങനെ ഗൗരവത്തിൽ പറഞ്ഞില്ലേ, അയാളോട് ഖേദം വരുത്തുന്ന വാക്ക്, അത് പോയാ പോയില്ലേ, പിന്നെ തിരിച്ചെടുക്കാൻ കഴിയും. ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് രംഗം കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടു, പള്ളങ്ങനെ വീർത്തിട്ട്, അംസാലുൽ ബുയൂത്ത്, പൊര പോലെ, ഒരു വീട് പോലെ വീർത്ത പള്ളയായിട്ട് നടക്കുന്ന, എഴുന്നേൽക്കാൻ ഒരു ഭാഗം ഇങ്ങനെ ഉദ്ദേശിക്കുമ്പോഴേക്ക് മറ്റേ ഭാഗത്ത് മറിഞ്ഞു വീഴാൻ കഴിയുന്നില്ല. പിന്നെ മറ്റേ ഭാഗം കൊണ്ട് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ മറ്റേ ഭാഗം കൊണ്ട് വീഴാണ്. എഴുന്നേൽക്കാൻ നോക്കുമ്പോഴൊക്കെ വീണുപോക, താങ്ങുന്നില്ല. കാരണം സ്വന്തം ശരീരത്തിനേക്കാൾ കൂടുതൽ കനം പള്ളക്കുണ്ട്. അംസാലുൽ ബുയൂത്ത് എന്നാ പറഞ്ഞ പൊര പോലത്തെ പള്ള. ഇതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ പറഞ്ഞു, ഹും ആക്കിലുദ് ദിബാ. അതിപ്പോ പറയണം, പലിശ ഭക്ഷിക്കുന്ന ആൾക്കാരാണ്. ആരാരും അറിയാതെ, അല്ലാഹു തആല പോലും അറിയാത്ത രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. മക്കളെയും മരുമക്കളെയും ഒന്നും ഇപ്പൊ നമ്മള് ഓലോടൊന്നും ഒന്നും വാങ്ങിയിട്ട് നമ്മൾ കഴിയണ്ട. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇയാൾക്ക് കറാമത്തിന്റെ വകുപ്പിൽ വേറെ ഒന്നും പൈസ വരുന്നുണ്ട്. കറാമത്തിന്റെ വകുപ്പിലൊന്നുമില്ല, മാസപ്പടി കിട്ടുന്ന പെൻഷൻ പൈസ മുഴുവനും കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിച്ചിരിക്കും. എന്നിട്ട് 2-3 മാസം കൂടുമ്പോ എത്രയാണ് ഏറെ എന്നുള്ളത് റിപ്പോർട്ടിനനുസരിച്ച് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് അതുകൊണ്ടാണ് എന്ത് സ്വതക്കും കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കല്യാണത്തിന് പണവും കൊടുക്കുന്നത്, അതുകൊണ്ടാണ് പീടിയെന്ന് ചായയും കുടിക്കുന്നത്, അതുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഭക്ഷണം കഴിച്ച പള്ള വികസിക്കാം. ഇതുകൊണ്ടല്ലേ ഡീസന്റിൽ കഴിച്ചു നടന്നത്. അതുകൊണ്ട് നിന്റെ പള്ളയെ കുറിച്ച് അല്ലാഹു തആല അവിടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക. പലിശ തീനികൾ അധികരിച്ചു വരികയാണ്. ആളുകൾക്കൊരു വിഷയമല്ലാതെ ഇരിക്കുകയാണ്.
വീട് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണോ എന്നാ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പോയി ലോൺ എടുത്താൽ അവനെ ചോദ്യം ചെയ്യാനൊന്നും ആരും വരില്ല. കാരണം ചോദ്യം ചെയ്യാൻ വരുന്ന ആൾക്കാർ ഈ റിപ്പോർട്ട് ചെയ്യുന്നതന്നെ ഇത് ലോൺ ഇവിടെ നിർത്തുകയെന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യം കഴിഞ്ഞല്ലോ. എത്രയും കിട്ടും. 50 ലക്ഷം വേണ്ടി അതിനനുസരിച്ച് അങ്ങനെ അടച്ചു കൊടുത്താൽ മതി. ഏകദേശം നിങ്ങൾ ജീവിക്കുന്നത് 35 കൊല്ലാണെങ്കിൽ 35 കൊല്ലം അടക്കാണ്ടാവും. മാസം അങ്ങനെ അടച്ചു കൊടുത്താൽ മതി. കൃഷിയാണോ ചെയ്യേണ്ടത്? അതിനും അതൊരു ഭാഗം പലിശ. എല്ലാത്തിലും അത് നല്ലോണം സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനൊക്കെ സൂക്ഷിച്ചാൽ അവിടെ ജീവിക്കാൻ കഴിയുമെന്നാണ് ചില ആൾക്കാരുടെ സംശയം. അങ്ങനെ ജീവിച്ചാൽ മതി, ദുന്യാവാണ്. അങ്ങനൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചാൽ മതി, ദുനിയാവാണ്. അതൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുന്നതിന്റെ മഹത്വങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങൾ പറയാൻ നമുക്ക്. ദുന്യാവാണ്. ദുന്യാവിനെ ശരിക്ക് ചിത്രീകരിച്ച് തരുന്നുണ്ട് സൂറത്തുൽ ഇസ്രാ. അപ്പോൾ നമ്മളോട് ചോദിക്കും, അവിടെ മഹാന്മാർ ചോദിക്കുന്നുണ്ട്, ദുന്യാവാണോ വേണ്ടത് ആഖിറാണോ വേണ്ടത്? രണ്ട് ചിത്രവും ശരിക്കും പറയുന്നുണ്ട്. കടുത്ത ആളുകൾ തന്നെയാണ്. വേറൊരു വിഭാഗം ആളുകൾ അവരെ ചുണ്ടുകളൊക്കെ ഒട്ടകത്തിന്റെ ചുണ്ടുപോലെ പരന്ന് കല്ല് വീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത. കല്ലങ്ങനെ വിഴുങ്ങുന്ന കല്ലൊക്കെ താഴ്ഭാഗത്തൂടെ ഇങ്ങനെ പോരെ. കല്ല് വിഴുങ്ങുക, അത് പിൻദ്വാരത്തിലൂടെ ഇങ്ങനെ താഴോട്ട് പുറപ്പെടും. അതാരാണ്? അനാഥകളുടെ സ്വത്ത് ഭക്ഷിക്കുന്നവർ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുത്തു. അനാഥകളുടെ സ്വത്ത് ഭക്ഷിക്കുക ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്വത്താണ് അനാഥകളുടെ സ്വത്ത്. ഉസ്താദെ, ആരെങ്കിലും ഇപ്പൊ അനാഥന്റെ സ്വത്ത് ഭക്ഷിക്കാൻ പോകുമോ? എത്ര എണ്ണുണ്ട്. ഞാൻ അതിന്റെ ഉദാഹരണമൊക്കെ പറയണേ. എത്ര എണ്ണുണ്ട്. കുട്ടിക്കാലത്ത് വാപ്പ മരിച്ചുപോയി. സ്വത്തൊക്കെ നോക്കുന്ന ആളാരാ? മുതിർന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? ഒരു 10-18 വയസ്സുണ്ട്. അപ്പൊ ഈ സ്വത്തിന്റെ വകുപ്പും കാര്യങ്ങളൊക്കെ ബാക്കി കുട്ടികൾക്കൊന്നും തക്ലീഫായിട്ടില്ല, പ്രായപൂർത്തിയായിട്ടില്ല. സ്വത്തൊക്കെ ഈ കുട്ടി നോക്കിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവരും കൂടി സംരക്ഷിക്കുക. അങ്ങനെ വളർന്നു വന്നു. ആ കുട്ടികളൊക്കെ ജോലിയിൽ പ്രവേശിച്ചു. കുറച്ചൊക്കെ ഒരു ബോധം തെളിഞ്ഞപ്പോ അവർ ചോദിച്ചു, വാപ്പാന്റെ സ്വത്ത് നിങ്ങൾക്ക് തരൂല. നിങ്ങൾ എത്രയും കാലം ഞാനാ പൂറ്റി വളർത്തി, അതുകൊണ്ട് അധ്വാനിച്ചു സ്വത്തുണ്ടാക്കിയോളി. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, അയാൾക്ക് ഉത്തരം ചെയ്യേണ്ട, ഇയാൾക്ക് ഉത്തരം ചെയ്യേണ്ടെന്ന്. അതാരാന്ന് ചോദിച്ചു. ആ വിളിച്ച യഹൂദിയാണ്. തങ്ങൾ ഉത്തരം ചെയ്താൽ സമുദായം മൊത്തം യഹൂദിയാവും. ഈ വിളിച്ചത് നസ്രാനിയാണ്. അതിന് ഉത്തരം ചെയ്താൽ സമൂഹത്തിലെ മുഖ്യ ആളുകളും നസ്രാനിയിലേക്ക് പോകും. അതുകൊണ്ട് ആ ഉത്തരമൊന്നും ചെയ്യണ്ട. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി ഒരുപാട് കാഴ്ചകൾ തങ്ങൾ കണ്ടു. ഒരു വല്ലാത്ത കാഴ്ചയാണ് കണ്ടത്. അവരുടെ തല മുഴുവനും പാറക്കല്ലുകളെ കൊണ്ട് കുത്തിച്ചതക്കുന്നു. കുത്തിച്ചതഞ്ഞ് മുഴുവനും പോകുന്ന നേരത്ത് വീണ്ടും തലതാ പൂർവസ്ഥിതിയിൽ വരുന്നു. വീണ്ടും കല്ലുകൊണ്ട് കുത്തിച്ചതക്കുകയാണ്. ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, ഹഉലാഇല്ലദീന തസാഖല റൂസുഹും അനിസ്സലാഹ്. നിസ്കാരത്തിന് തലപൊന്താത്ത ആളുകൾ. നല്ല തണുപ്പല്ലാഹു നൽകിയപ്പോൾ സുബ്ഹി നിസ്കരിക്കുന്നവർ, കുളിച്ച് ഭക്ഷണം കഴിച്ച് നല്ല ഉറക്കമുറങ്ങിയിട്ട് അസ്ർ നിസ്കരിക്കാൻ തലപൊന്താത്തവർ, നിസ്കരിക്കാൻ തലക്കനമുള്ള ആളുകളില്ലേ? അതെത്ര വലിയ മുതലാളിയാണെങ്കിലും ശരി, എത്ര വലിയ നേതാവാണെങ്കിലും ശരി, എത്ര വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ശരി, എത്ര വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണെങ്കിലും ശരി, അവന്റെ തല മുഴുവനും കുത്തി പൊളിക്കുകയാണ്. ഈ തല കൊണ്ടല്ലേ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയത്? സഹോദരങ്ങളെ, നിസ്കരിക്കാത്തതിന് ആ തലക്ക് തന്നെ നോക്കിയിട്ട് കല്ലുകൊണ്ട് കുത്തിച്ചതക്കുന്നു, രൂപപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയാണ്. നിസ്കാരം വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള ഗൗരവം വിട്ടുപോകരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ച വലിയൊരു ഉപദേശമാണല്ലോ നിസ്കാരത്തെ പറ്റി. അത് ഒഴിവ് കഴിവില്ലാത്ത രൂപത്തിൽ തന്നെ സ്വീകരിക്കണം. എവിടുന്നും അത് സ്വീകരിക്കണം. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ സ്വഹീഹ് ബുഖാരിയിൽ കാണാൻ ഹദീസ്. നിസ്കാരത്തിന്റെ മാത്രം ഞാൻ പറയുന്നത്. ചില ആളുകളൊക്കെ ഉണ്ട്, വിമാനത്തിൽ പോകും. വിമാനത്തിൽ ഇപ്പൊ ഉദു കൊടുക്കാനും മറ്റൊന്നും കഴിയൂല.
അതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നിസ്കരിക്കുക. ഇറങ്ങുമെന്ന് വല്ല ഉറപ്പുണ്ടോ? എവിടെങ്കിലും പോയി കുത്തിയാലോ? വിമാനത്തിൽ പോകുന്ന ആൾക്കാർക്ക് നിസ്കാരമൊന്നുമില്ല, ട്രെയിനിൽ പോകുന്നവർക്ക് നിസ്കാരമൊന്നുമില്ല. ചിലര് പറയാം അതിന് ഇനി ഇവിടെ ബുദ്ധിമുട്ടാണ്, അവന് യാത്രക്ക് വരേണ്ടിയിരുന്നു. നിയമങ്ങൾ പഠിക്കാനൊന്നും അവരില്ല. അവർക്ക് ബുദ്ധിമുട്ട് തീരെ തരണം ചെയ്യാൻ കഴിയില്ല. മുഴുവനും ഫുൾ ടൈം അവർ എയർ കണ്ടീഷനിൽ മാത്രം. നിയമങ്ങൾ തരണം ചെയ്യാൻ, നിയമങ്ങൾ സ്വീകരിക്കാനൊന്നും അവർ കഴിയില്ല. എങ്ങനെയാണ് ആ നിസ്കാരം പഠിക്കാനോ നിസ്കരിച്ചു നോക്കാനോ ഇല്ല ആളുകൾ. മുസ്ലിങ്ങൾ മൊത്തം ആ ഫ്ലൈറ്റിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാണ്. ഞാനൊരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ നോക്കി, ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പാണ് എല്ലാരും വിമാനത്തിൽ കയറിയത്. വിമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ തന്നെ വിമാനം എടുത്തിട്ടില്ല. പക്ഷെ എല്ലാരും ഇതിനുള്ളിൽ കയറി. നിസ്കരിച്ചതോ ആകെ 2-3 ആളുകൾ മാത്രം. ഈ കെട്ടും പാണ്ടൊക്കെ ഉയർത്തിയിട്ട് നാട്ടിലേക്ക് എത്തുന്ന വല്ല ഉറപ്പുണ്ടോ? ഒരു കാലത്തും വീഴാത്ത ഒരു സാധനമാണോ വിമാനം എന്നുള്ളത്? എത്ര പ്രാക്ടീസുള്ള ആളായിരുന്നു വിമാനം ഓടിച്ച് പടുത്ത് വീണത്? 30 കൊല്ലം പ്രാക്ടീസുള്ള ആളല്ലേ? അയാൾക്ക് വല്ല കഴിവുറവുണ്ടോ? അള്ളാഹുവിന്റെ തീരുമാനം ലംഘിക്കാൻ ആർക്കും കഴിയും. 3 ആളാ നിസ്കരിച്ചതാണ്. ബാക്കിയുള്ളവരുടെ കയ്യിൽ എത്ര ലഗേജ് ഉണ്ട്? ലഗേജ് കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് പാന്റിന്റെ കീശയിലും പിന്നെ കമ്മീസിന്റെ കീശയിലും ബനിയന്റെ ഉള്ളിലും എത്ര മുട്ടായി പൊതിയാ തിരികെ വെച്ചിരിക്കുന്നത്. 2-10 റിയാൽ കൊടുക്കേണ്ടതെന്ന് എഴുതിയിട്ടല്ലേ ആ തിരികലൊക്കെ. എന്നാലും ഒരു 2 മിനിറ്റ് 3 മിനിറ്റിന്റെ ഒരു സുബൈ നിസ്കാരം. ഇത്ര നന്ദി കെട്ട ജനത, ഇത്ര മോശം. ഞാൻ സ്വഹാബത്തിന്റെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടുവന്നത്, വെള്ളം തീർന്നു പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു യാത്രയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ യാത്ര പോകുമ്പോ ആയിഷ ബീവി ഒരു മാല വായ്പ വാങ്ങിയിട്ടുണ്ട് യാത്രക്ക് വേണ്ടി. മാല അങ്ങനെ വായ്പ വാങ്ങിയ കുഴപ്പമൊന്നുമില്ല, കൊടുക്കണമെന്ന് മാത്രം, ഒരു ഭംഗിക്ക് വേണ്ടിയില്ല. മാലയും വാങ്ങിപ്പോയി. ഒരു സ്ഥലത്തെത്തിയപ്പോ തങ്ങളോട് പറഞ്ഞു മാല കാണില്ല. എവിടെ എത്തിയിട്ടില്ല. അപ്പൊ സ്വഹാബത്തൊക്കെ തമ്പടിച്ചപ്പോ കുറച്ച് സ്വഹാബത്തെ നബിതങ്ങൾ പറഞ്ഞയച്ചു. നേരത്തെ നമ്മൾ അവിടെ നിന്നിരുന്നു, അവിടേറ്റ മാല പോയോ നോക്കാൻ വേണ്ടി. ഈ മാല നോക്കാൻ വേണ്ടി പോയ ആളുകൾ കുറച്ച് ദൂരം പോയി. അപ്പോഴേക്ക് നിസ്കാരത്തിന്റെ സമയമായി. അവരെ കയ്യിൽ വെള്ളമല്ല, തയമ്മുമിന്റെ നിയമം ഇറങ്ങിയിട്ടില്ല. അവരങ്ങനെ തന്നെ നിസ്കരിച്ചു. എങ്ങനെ? അങ്ങനെ തന്നെ ഒന്നുമില്ലാതെ നിസ്കരിച്ചു. തിരിച്ചു വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, എന്റെ അങ്ങനെ നിസ്കരിക്കാൻ കാരണം ടൈമാണ്, നിസ്കാരത്തിന്റെ സമയമാണ്. നിസ്കാരത്തിന്റെ സമയമാണ്, ആ സമയത്തിന്റെ ഒരു ബഹുമാനം പാലിക്കണല്ലോ. നിസ്കരിച്ചു. തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, ഞങ്ങൾ അവിടെ എത്തിയപ്പോ നിസ്കരിക്കാൻ ഉളു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ വെള്ളമില്ല, ഞങ്ങൾക്ക് ഉളുവില്ല, ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചു. അപ്പോഴേക്ക് ഇവിടെ കുറച്ചു കഴിഞ്ഞപ്പോ ഈ മാല ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലാഹു തആല തയമ്മുമിന്റെ ആയത്തിറക്കി. സ്വഹാബത്തിന് വന്ന സന്തോഷം എത്ര വലുതാന്നറിയാം. അതുവരെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് അവര് പറഞ്ഞു, നിങ്ങളൊരു മാല കൊണ്ട് മനുഷ്യൻ ഇടങ്ങേറായത്, നിസ്കരിക്കാനും ഉളു കൊടുക്കാനും വെള്ളമല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആയിഷ ബീവിന്റെ ഊരൊക്കെ ഒരു കുത്തെടുത്തു. നീ ഒരു വായ്പ വായിക്കൊണ്ടുവന്ന മാലോണ്ട് അക്ര ഹൽക്ക എന്നും പറഞ്ഞ് ഇവിടെ ആളുകളൊക്കെ ആകെ ഇടങ്ങേറായി. മാല വായ്പായി കൊണ്ടുവന്നത് ആയിഷ ബീവി പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടില്ല, കാരണം എന്റെ മടിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തലയുള്ളത്. കുത്ത് കിട്ടിയിട്ട് വേദന ഉണ്ടെങ്കിലും അനങ്ങിയില്ല, ഞാനങ്ങനെ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോ തയമ്മുമിന്റെ ആയത്തിറങ്ങിയപ്പോ സ്വഹാബത്തൊക്കെ വന്നിട്ട് ആയിഷ ബീവിനോട് പറയാണ്, യാ ആല ബൈത്തി അബീ ബക്കർ, ഓ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമേ, മാഹിയ ബി അവ്വലി ബറക്കത്തിക്കും, ഇത് നിങ്ങളുടെ ആദ്യത്തെ ബറക്കത്തല്ല. നിങ്ങൾ കാരണമായി എന്ത് സംഭവമുണ്ടോ അതിലൊക്കെ മുസ്ലിങ്ങൾക്ക് ഖൈറുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ കൊണ്ടാണല്ലോ തയമ്മുമിന്റെ ആയത്തിറങ്ങിയത്. എത്ര വലിയ നിഅമത്താണ്. വെള്ളമില്ലെങ്കിൽ മണ്ണുപയോഗിച്ച് നിസ്കരിക്കാൻ പറ്റുമല്ലോ. ഓരോ സ്വഹാബിമാരും വന്ന് ആയിഷ ബീവിനോട് സന്തോഷം പറയാം. നിങ്ങൾ ചില്ലറ മഹതിയല്ല, നിങ്ങളെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഉപകാരം എത്ര വലുതാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. സ്വഹാബത്തെ വെള്ളമില്ല, തയമ്മുമിന്റെ ആയത്തും ഇറങ്ങിയിട്ടില്ല, അപ്പോഴും അവർ നിസ്കാരത്തിന്റെ കാര്യം പരിഗണിച്ച് ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചു എന്ന് പറഞ്ഞു.
എന്നാ ഉളു എടുത്ത് വന്നിട്ട് ഖിബിലൊന്നും കാണുന്നില്ലെങ്കിലും ആ സീറ്റിൽ ഇരുന്നിട്ട് നിസ്കരിക്കണം. ഖിബില ദിശ ഒന്നും ചിലപ്പോൾ അറിഞ്ഞില്ലാന്ന് വരും. നിസ്കരിക്കണം സമയം മാനിച്ചുകൊണ്ട്. പിന്നീട് ആ നിസ്കാരം മടക്കുകയും വേണം. അതിന് നമ്മളെ ആൾക്കാർ എന്തായാലും 2 വട്ടം നിസ്കരിക്കാനാവൂല. കാരണം പിന്നെ ഡയറക്റ്റ് സ്വർഗത്ത് പോകേണ്ടതാണ്. 1 വട്ടം നിസ്കരിക്കാനാവുള്ളൂ. ഓ സുഹൃത്തെ, രണ്ടാമത് നീ വന്ന് നിസ്കരിക്കുന്നത് നിന്റെ നിസ്കാരം ഖളാ ആയതുകൊണ്ടല്ല. നിന്റെ നിസ്കാരം നിബന്ധനകൾക്ക് വിധേയമാകാത്തത് കൊണ്ട് ആ നിസ്കാരം നീ മടക്കി നിസ്കരിക്കുകയാണ്. നിനക്ക് ഖളാ ആക്കിയതിന്റെ കുറ്റമില്ല, ശിക്ഷയില്ല. അതേ സമയത്ത് തീരെ നിസ്കരിക്കാതെ നീ വിമാനത്തിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ആ നിസ്കാരം പിന്തിച്ചതിന്റെ പേരിൽ നീ കുറ്റക്കാരനാണ്. വിമാനം ഇറങ്ങി ആദ്യം നീ ചെയ്യേണ്ട നിർബന്ധ ബാധ്യത ഉമ്മാനെ കാണലല്ല, ഹോസ്പിറ്റലിലുള്ള വാപ്പാനെ കാണലല്ല, വിവാഹം കഴിഞ്ഞ മകളെ കാണലല്ല, ജനിച്ച കുട്ടിയെ കാണലല്ല, ഒന്നുമല്ല. ആദ്യം നീ നിസ്കാരം ഖളാ കൂട്ടണം. കാരണം അത് കാരണമല്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം. അത് ആദ്യം മുന്തിക്കണം. നീ പള്ളിയിലിറങ്ങി വിമാനം ഇറങ്ങി പള്ളിയിൽ പോയി ളുഹർ കൊടുക്കുന്നുണ്ട്. ളുഹറല്ല നീ നിസ്കരിക്കേണ്ടത്. നിനക്ക് വിമാനത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സുബ്ഹിയുണ്ട്. സുബ്ഹി ആദ്യം നിസ്കരിക്കണം. പലരും വീട്ടിലെത്തിയിട്ട് പോരാ, അതിന് മുമ്പ് നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ വിഷയം കുറിച്ച് ഗൗരവമുള്ളതാ. അതെപ്പോഴും ആലോചിക്കണം. ഞാനൊന്ന് സൂചിപ്പിച്ചതാ. ട്രെയിനിലെ യാത്രയിലും നിസ്കാരമുണ്ട്. ഖിബില ശരിക്ക് അറിയുന്ന രൂപത്തിലാണെങ്കിൽ, വൃത്തിയുണ്ടെങ്കിൽ, ട്രെയിനൊക്കെ നിർത്തിയിട്ട സമയത്തോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. അത് പിന്നെ മടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊന്നും സൗകര്യപ്പെടൂല്ലെങ്കിൽ സൗകര്യപ്പെടുന്ന രൂപത്തിൽ സമയത്തെ മാനിച്ചുകൊണ്ട് ഉദൂർത്ത് നിസ്കരിക്കണം. പിന്നീട് അത് മടക്കുകയും വേണം. അപ്പൊ ആളുകളെ വർത്താനതാണ്, 2 പണിക്കാകൂല, 1 പണിക്കാകൂല. അത് ശരിയല്ല. അങ്ങനെ ഉണ്ട്. ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉസ്താദേ, ഒരു വലിയ ഫോണൊക്കെ ഉണ്ടാവും, ഈ നിസ്കാരം ഇനി മടക്കേണ്ടിയുണ്ടോ? എവിടെ നിങ്ങൾക്ക് ആക്സിഡന്റ്? അത് കൈയിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു എല്ലിനൊരു പൊട്ട് വന്ന് ഒരു കെട്ടൊക്കെ നല്ല ഭദ്രമായ കെട്ട് കിട്ടുന്നു. ഞാൻ ഈ കെട്ടിന് മുമ്പ് ഉദുവൊക്കെ എടുത്തിരുന്നു. ഉദുവൊക്കെ എടുത്തോട്ടെ, കുഴപ്പമില്ല. ഉദു എടുത്താലും ഉദു എടുത്തില്ലെങ്കിലും തയമ്മുമിന്റെ അവയവത്തിലാണെങ്കിലും ആ നിസ്കാരം മടക്കണം. നിസ്കരിക്കുകയും വേണം, മടക്കുകയും വേണം. എന്നാ നിനക്ക് ഖളാ ആക്കി എന്നുള്ളൊരു കുറ്റം വരൂല. നിന്റെ നിസ്കാരത്തിൽ ഒരു പൂർണ്ണത കുറവുള്ളത് കൊണ്ട് നീ അത് മടക്കുന്നു, നിനക്ക് കൂലി കൂടുന്നു, പൂർണ്ണ നിസ്കാരം ലഭിക്കുന്നു. അതേ സമയത്ത് 2 മാസം 3 മാസം തീരെ നിസ്കരിക്കാതെ നീ കിടക്കുന്ന കിടപ്പാണെങ്കിൽ അത്രയും കാലം നീ വലിയ വൻകുറ്റം ചെയ്തവനായി മാറും. അതുകൊണ്ട് നിസ്കരിക്കാൻ തല പൊന്തുന്നവരാകണം. തണുപ്പാണെങ്കിലും ശരി, ചൂടാണെങ്കിലും ശരി, തിരക്കാണെങ്കിലും ശരി, ഏത് സന്ദർഭമാണെങ്കിലും ശരി, കല്യാണമാണെങ്കിലും തെരഞ്ഞെടുപ്പാണെങ്കിലും വോട്ടാണെങ്കിലും വോട്ട് പിടിക്കാൻ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ കിട്ടിയത് സന്തോഷിക്കാൻ പോകുകയാണ്, ഏത് ഘട്ടമാണെങ്കിലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ഒരു വിട്ടുവീഴ്ചയില്ല. ചിലർ ചോദിക്കുന്നോട് ഉസ്താദ് നിങ്ങൾ നിസ്കാരത്തിൽ യാതൊരു വിട്ടുവീഴ്ച ശറഅ അങ്ങനെ നൽകുന്നില്ല, പിന്നെന്താ നമ്മളെ കാര്യം? നിസ്കരിക്കാത്തവന് ഒരു സ്ഥാനവുമില്ല. ഇമാമിങ്ങൾ പറഞ്ഞില്ലേ, വളർത്തു നായയെ കണ്ടു, വളർത്തു നായയുമായിട്ട് പോകുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യന് വിശന്നിട്ട് ബുദ്ധിമുട്ടായി, ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടുന്നില്ല. ഈ വളർത്തു നായയെ തന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ഇപ്പോ റൂഹിന്റെ കാവലിന് വേണ്ടി, ജീവൻ ബാക്കി നിൽക്കുന്നതിന് വേണ്ടി ഒന്നും കിട്ടാത്തത് കൊണ്ട് ഈ വളർത്തു നായയെ അറുത്ത് ഭക്ഷിക്കൽ ഹലാലായ ഒരു സന്ദർഭം. അപ്പോഴാണ് നിസ്കരിക്കാത്ത ഒരാൾ ഇങ്ങനെ വരുന്നത് കണ്ട്, എന്നാ ഈ നായനെ അറക്കരുത്, ആ നിസ്കരിക്കാത്തവന്റെ കാലുമെന്ന് നല്ലൊരു ഇറച്ചി മുറിച്ചെടുക്കുക, എന്നിട്ട് അത് വേവിച്ചുകൊണ്ട് തിന്നണം. ഈ നായന്റെ അത്രയും സ്ഥാനം ആ താരിഖു സ്വലാത്തിനില്ല. നിസ്കരിക്കാത്ത മനുഷ്യന് ഈ വളർത്തു നായന്റെ സ്ഥാനം പോലുമില്ല. ഇതല്ലേ മഹാന്മാർ രേഖപ്പെടുത്തിയത്. നിസ്കരിക്കാത്തവനെയാണ് ഒരാൾ അങ്ങനെ പ്രത്യേകം കൊന്നത് എങ്കിൽ കൊന്ന മനുഷ്യനെ ഹദ്ദടിക്കാത്ത എന്തുകൊണ്ടാ? നിസ്കരിക്കാത്തവന് വിലയില്ലാത്ത. അപ്പൊ നിസ്കരിക്കാൻ തല പൊങ്ങണം. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഭർത്താക്കന്മാരെ തല പൊക്കണം. എങ്ങനെ സോപ്പിട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, നിങ്ങൾ എങ്ങനെ പറഞ്ഞവരെ വശീകരിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. കാരണം ആ ഒരു വിഷയത്തിൽ നമ്മുടെ കുടുംബം പൂർണ്ണതയുള്ളവരാകണം, നിസ്കരിക്കുന്നവരാകണം. നിസ്കരിക്കാത്തവരാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാകില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം,
നിസ്കരിക്കുന്ന കുടുംബത്തിന് എന്തൊരു ബർക്കത്താണ്. സുബ്ഹി തന്നെ നിസ്കരിച്ചാൽ നോക്ക് നിങ്ങൾ. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ചെറിയൊരു ഹദീസാണ്. സുബ്ഹി നിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ഫലാ യത്ലുബന്നകുമുല്ലാഹു ബിശൈഇൻ മിൻ ദിമ്മത്തിഹി. അവന്റെ സംരക്ഷണത്തിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല. അല്ലാഹുവാണ് അവന് സംരക്ഷണം കൊടുക്കുന്നത്. സുബ്ഹി ജമാഅത്ത് നിസ്കരിച്ച ആളെ പറ്റിയല്ല പറഞ്ഞത്, സുബ്ഹി അദാ ആയി നിസ്കരിച്ച ആളെ പറ്റി. ആ ഒരു നിസ്കാരത്തിന് തന്നെ അത്ര വലിയ മഹത്വം ഉണ്ടെങ്കിൽ ബാക്കി നിസ്കാരങ്ങൾക്കൊക്കെ എത്ര മഹത്വമുണ്ട്. വലിയ ബറക്കത്തിന് കാരണമാണ്. ജീവിതത്തിന്റെ വിജയത്തിന് നിസ്കാരം കൂടിയേ തീരും. അല്ലാതൊരു നിലക്കും ഒരു രക്ഷയില്ല. ഖുർആൻ ആ പറഞ്ഞത് നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലും കേൾക്കും. ആ ആയത്ത് എല്ലാവർക്കും കാണാതെ പാടാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ഖദ് അഫ്ലഹ മൻ തസക്ക, ഈമാനുള്ള മനുഷ്യൻ, ഖൽബിന് അല്ലാഹുവിലുള്ള വിശ്വാസവും നിബിധങ്ങളുടെ വിശ്വാസവും കൊടുത്ത് ഖൽബിനെ ശുദ്ധീകരിച്ചവൻ, അവൻ വിജയിച്ചു. തസ്കിയത്ത് ഖൽബിൽ ഇങ്ങനെ വിശ്വസിച്ചാൽ മാത്രം പോലെ വദക്കറ സ്മ റബ്ബിഹി, നാവ് കൊണ്ട് അതേറ്റ് പറയുകയും ചെയ്യും. ഖൽബ് കൊണ്ട് വിശ്വസിച്ചു, നാവ് കൊണ്ട് മൊഴിഞ്ഞു. പിന്നെ അവിടെ പറഞ്ഞൊരു കർമ്മ ഏതാ? ഫസല്ല, അവൻ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ നിസ്കരിക്കാത്തവന് ജയമല്ല, നിസ്കരിക്കാത്തവന് വിജയമല്ല. അതെപ്പോഴും കരുതേണ്ട, സൂക്ഷിക്കേണ്ട ഒന്ന്. അതുകൊണ്ടാണ് തലക്ക് നല്ല കല്ല് കൊണ്ട് കുത്തിച്ചതക്കുന്നത്. നമ്മളെ തലകളൊക്കെ ഒരു ചെറിയ തലവേദന വന്നാൽ എത്ര ഇടങ്ങേറാകും. ഇത് തല മുഴുവനും വേർപിരിയുന്നത് വരെ, പെരടിയിൽ നിന്ന് തല മുഴുവനും പൊളിഞ്ഞു പോകുന്നത് വരെ കുത്തിച്ചതക്കുകയാണ്. തല മുഴുവനും കുത്തിച്ചതഞ്ഞു പോകുമ്പോഴൊക്കെ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. പിന്നെയും ശിക്ഷ